ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 2025 കാനഡയിൽ നിലവിലുള്ളവർക്ക് PR കിട്ടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന CC ഡ്രോസ് ആണ്. റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് ഡ്രോസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുകൂടാതെ ഭാവിയിൽ ഇനിയും വരാൻ പോകുന്ന CC കാറ്റഗറിയിലെ ഡ്രോസ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എസ്റ്റിമേഷനും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ CC കാറ്റഗറിയിൽ ഈ വർഷം ജനുവരി 8 ആദ്യം വന്ന ഡ്രോ CRS കട്ട് ഓഫ് സ്കോർ 542 ആയിരുന്നു. അതൊരു കോമ്പറ്റേറ്റീവ് സ്കോറാണ്. ഈ ഒരു സ്കോർ നമ്മൾ കഴിഞ്ഞ വർഷവും കണ്ടതാ. PR ലഭിക്കാൻ ഭയങ്കര ടഫായിട്ടുള്ള ഒരു സ്കോർ ആയിരുന്നു അത്. അതിൽ 1350 പേർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. കിട്ടിയവർക്ക് കൺഗ്രാറ്റ്സ്. അത് കഴിഞ്ഞിട്ട് അതിലാണ് ട്വിസ്റ്റ്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ഡ്രോ CC കാറ്റഗറി വന്നു. ജനുവരി 23 CRS സ്കോർ 542 നേരെ 527 അതിൽ 4000 പേർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. അതിൻ്റെ അർത്ഥം നോക്കുവാണെങ്കിൽ CC കാറ്റഗറിയിലെ ഡ്രോ താന്നാന്ന് വരുക. അപ്പോൾ അതനുസരിച്ച് ഇപ്പം നിങ്ങളുടെ കട്ട് ഓഫ് സ്കോർ അതിലും താഴെയാണെങ്കിൽ ചിലപ്പം വൈകാതെ നിങ്ങൾക്കും ഒരു PR കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൂൾ സിസ്റ്റം ഒന്ന് നോക്കാം കേട്ടോ. പൂൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 600 മേലുള്ള CRS സ്കോറുള്ള ആപ്ലിക്കൻസ് വെറും 768. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം എടുത്ത് നോക്കുവാണെങ്കിൽ 500 മേളിലുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 21,203. അത് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ ഉള്ളത്. പക്ഷേ അതിനകത്ത് ഇപ്പം നിലവിൽ LMI വെച്ച് സ്കോറ് അഡീഷണൽ 50 പോയിൻറ്സും കൂടെ കൂട്ടി വെച്ചേക്കുന്ന ആപ്ലിക്കൻസും ആ 21,200 അപ്പം ഗവൺമെൻറ് മാർച്ച് 31 മുതൽ LMI കംപ്ലീറ്റ്ലി എടുത്ത് കളയുകയാണ്. അപ്പം ആ 50 സ്കോറ് ഒരു വാല്യൂ ഉണ്ടാവില്ല. LMI ഒരു വാല്യൂ ഉണ്ടാവില്ല ആഫ്റ്റർ മാർച്ച് 31. അപ്പോൾ ഈ 21,200 ഭൂരിഭാഗം പേരും LMI വെച്ചാണ് ആ ഒരു സ്കോർ റേഞ്ചിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ LMI എടുത്ത് കളയുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ സ്കോർ കുറയും. ഇപ്പോൾ സപ്പോസ് ഒരാളുടെ സ്കോർ LMI വെച്ച് 500 ആണെന്ന് വെച്ചോ. ഇപ്പോൾ മാർച്ച് 31 ശേഷം LMI എടുത്ത് കളയുമ്പം അദ്ദേഹത്തിൻ്റെ സ്കോർ നേരെ വന്ന് 450 ആവും. ആ 50 പോയിൻറ്റ്സ് ഒരു വാല്യൂം ഇല്ലാതായി പോവും. അപ്പം അതും കൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് പൈസ കൊടുത്ത് ഫേക്ക് LMIs അറേഞ്ച് ചെയ്ത് സ്കോർ പോയിന്റ് സിസ്റ്റത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പണി കിട്ടി. അതുകൂടാതെ നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവർ ഒരു ഫ്രോഡും കാണിക്കാതെ അവരുടെ റിയൽ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും വെച്ച് IELTSഉം വെച്ച് പോയിന്റ് ക്രിയേറ്റ് ചെയ്തവർക്ക് ഇനിയും അർഹതയുള്ളവർക്ക് PR ഇൻവിറ്റേഷൻ ലഭിക്കാനുള്ള ഒരു ചാൻസാണ് ഇത്. അപ്പോൾ ഈ 21,200 പേരിൽ നിന്ന് LMI കൂടെ എടുത്ത് കളയുമ്പം ഏകദേശം എസ്റ്റിമേറ്റഡ് ഒരു 8,000 to 12,000 ആപ്ലിക്കൻസേ കാണുകയുള്ളൂ മാർച്ച് 31 ശേഷം. അപ്പം അങ്ങനെയുള്ള ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സിന് ഇനിയും CC കാറ്റഗറി ത്രൂ PR ഇൻവിറ്റേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എവറി ബൈ വീക്ക്ലി CSC കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു ഡ്രോ വരുവാണെങ്കിൽ ഈ ഇയർ നമുക്ക് കുറഞ്ഞത് ഒരു എസ്റ്റിമേറ്റഡ് 480 CRS കട്ട് ഓഫ് സ്കോറിൽ ഒരു വിളി പ്രതീക്ഷിക്കാം. അപ്പം അത് നിലവിൽ PR പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു. കാനഡയിൽ PR കിട്ടുന്നില്ല, എന്ത് ചെയ്യും, ഇനി നാട്ടിൽ നിന്ന് കടങ്ങളൊക്കെ വരുത്തി വെച്ച് ഇനി തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയാണല്ലോ, അങ്ങനെയൊക്കെ പലരും ചിന്തിക്കും. ബട്ട് ഈ ഒരു വർഷം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് PRഉം ഇൻവിറ്റേഷനും കാര്യങ്ങളും എല്ലാം ശരിയാവാനുള്ള ഒരു വർഷമാണെന്ന് ഇത് കൂട്ടിക്കോളും. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് CRS സ്കോർ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വേറെ ഒരു പോയിന്റും എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ എലക്ഷൻ ഒക്ടോബറിൽ ആണ് ഉള്ളത്. അപ്പം എലക്ഷന് ശേഷം നല്ല ഒരു താന്നൊരു വിളി, നല്ല ലോവസ്റ്റ് CRS സ്കോറിൽ ഒരു PRനുള്ള ഒരു ഇൻവിറ്റേഷൻ വിളി വരാൻ സാധ്യതയുണ്ട്. അതൊരു 50-50 ചാൻസ് ആണ്. പ്രീവിയസ് എലക്ഷൻ നടന്നപ്പം എലക്ഷന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 75, വെറും 75 കട്ട് ഓഫ് സ്കോറിൽ PR കൊടുത്ത ചരിത്രമുണ്ട് കാനഡയിൽ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. ബിക്കോസ് വൺസ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജയിക്കുന്ന പാർട്ടി അങ്ങനെ മാക്സിമം ആൾക്കാർക്ക് PR കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ PR കൊടുത്ത ആൾക്കാർ ഇവിടുത്തെ സിറ്റിസൺസ് ആയി മാറും. അപ്പോൾ ഇവർക്ക് വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ മുൻകൂട്ടി കണ്ട് ഇവർ അതും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എലക്ഷന് ശേഷം. അതുകൊണ്ട് CC കാറ്റഗറിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്
ഇടാത്തവർ എത്രയും പെട്ടെന്ന് അവരുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോളും. ഉടനെ ഒരു വിളി വരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ലൈക്ക് ലാംഗ്വേജസിലോ നിങ്ങൾക്ക് ലൈക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടോളൂ. ഈ ഒരു വർഷം നിങ്ങൾക്ക് പ്രതീക്ഷയോടെ കൂടെ കാനഡയിൽ നിൽക്കാം. ഇനിയും വരാനിരിക്കുന്ന ആൾക്കാർക്കായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് മെസ്സേജ് സ്പ്രെഡ് ചെയ്യാം. കാനഡയിൽ വന്ന PR കിട്ടത്തില്ല, ആൾക്കാർ തിരിച്ചു പോകുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ പയ്യെ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഹാവ് എ ഗുഡ് ഡേ, ബൈ.